ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തന 112. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നു. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാണ്ട് ഒരു പകല് മുഴുവൻ രാത്രി മുഴുവനും കർത്താവേ 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 എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെടും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് രാവും പകലും കർത്താവേ കർത്താവേ നിലവിളിച്ചിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം, വചനം വായിക്കണം, ഹൃദയത്തിൽ വചനം ധ്യാനിക്കണം. കാരണം ഈ വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ദൈവത്തോടു കൂടെ വചനമുണ്ടായിരുന്നു. വചനം ഈ ഭൂമിയിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഓരോരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവമക്കളെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുകയാണ്. ദൈവത്തിന് നമ്മൾക്കും ഒരു ബന്ധമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വായ്മൊഴിയാണ് ഈ വചനങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. വചന